വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ബീഫ് ഉള്ളിമുളകുമാണ്. ഇൻഗ്രീഡിയൻസ്: ബീഫ്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഉള്ളി, ഇടിച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉണക്കമുളക്, വെളിച്ചെണ്ണ. കഴുകി ഊറ്റി വെച്ച ബീഫ് 3/4 കിലോ ബീഫ് പ്രഷർ കുക്കറിലേക്ക് ഇടാം. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. ഒരു സവാള നീളത്തിലരിഞ്ഞത്, 5 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, 7 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുത്താം. ഇപ്പം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 വിസിലൂടെ വരുത്താം. ബീഫിന്റെ വേവിന് വ്യത്യാസമുണ്ടാവും. ഇപ്പം 5 വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിപ്പം കുക്കറിൽ നോക്കുമ്പോൾ വെള്ളമുണ്ട്. അത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. പാൻ ഇപ്പൊ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 15 അല്ലി ഉള്ളി ചതച്ചത് ചേർക്കാം. കുറച്ച് വേപ്പില, 5 ഉണക്കമുളക്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 3 സ്പൂൺ ഇടിച്ചമുളക് ഇടാം. എരിവ് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് നമുക്കൊന്ന് മൊരിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെന്ത ബീഫ് ഇട്ടേക്കാം. ഇതൊരു 80% വേവിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഇനി പാനിലിട്ട് വേണം മൊരിച്ചെടുക്കാൻ. ഇപ്പോൾ വിറകടുപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് അടുപ്പത്ത് വെച്ച് തന്നെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിപ്പോൾ ഗ്യാസ് അത്രയും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ കുക്കറിൽ വേവിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 15 തൊട്ട് 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ബീഫിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ബീഫ് നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മളുടെ ബീഫ് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ബീഫായിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ബീഫ് ഉള്ളിയും മുളകും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.